വടികൊടുത്ത് അടിവാങ്ങുക എന്ന് കേട്ടിട്ടുണ്ട്. ആ വാചകം അക്ഷരാർത്ഥത്തിൽ പ്രകടനമായത് പശ്ചിമ ബംഗാളിലാണ്. ചുണ ഉണ്ടെങ്കിൽ ഭവാനിപൂരിൽ നിന്ന് മത്സരിക്കൂ എന്ന് മമത അവിടുത്തെ പശ്ചിമ ബംഗാളിലെ BJP അധ്യക്ഷൻ സുവേന്ദു അധികാരിയെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി സ്വീകരിച്ച സുവേന്ദു അധികാരി ഭവാനിപൂരിൽ മത്സരിക്കുകയും മമതയെ മലർത്തി അടിക്കുകയും ചെയ്തു. പശ്ചിമ ബംഗാളിലെ ഭാവി മുഖ്യമന്ത്രി ആണ് സുവേന്ദു അധികാരി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 2 മണ്ഡലങ്ങളിലാണ് സുവേന്ദു അധികാരി മത്സരിച്ചത്. ആ 2 മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിലാണ് വിജയം നേടിയത്. സുവേന്ദു അധികാരി എന്ന BJPയുടെ ഭാവി ബംഗാൾ മുഖ്യമന്ത്രി ഓരോ ബംഗാളിക്കും ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ മമതയ്ക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന പോലെയായിരുന്നു മമതയുടെ സ്വഭാവവും മമതയുടെ പ്രവൃത്തിയും മമതയുടെ എല്ലാ രീതിയും. അതൊരു ഹിറ്റ്ലർ സ്വഭാവം പോലെയായിരുന്നു. അതായത് കേരളത്തിൽ പിണറായി വിജയന്റെ ഒരു ഹിറ്റ്ലർ സ്വഭാവം, അതേ രീതി, അതായത് പിണറായി വിജയന്റെ സഹോദരി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മമത. അതേ രീതിയായിരുന്നു പശ്ചിമ ബംഗാളിൽ മമത കാണിച്ചത്. ആ ഒരു സ്വഭാവത്തിനാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ് BJP സർക്കാർ ഇന്നലെ രാത്രിയോടുകൂടി അന്ത്യം വരുത്തിയത്. മമതയുടെ ഓരോ സ്വഭാവവും പശ്ചിമ ബംഗാളിൽ ജനങ്ങൾക്ക് തന്നെ ഓരോ നിമിഷവും തലവേദന കൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ്സുകാർക്ക് ഗുണ്ടാപിരിവ് കൊടുക്കാനും അവർ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ വീടുകളിൽ കയറി സ്ത്രീകളെ ആക്രമിക്കുകയും അവരെ പീഡിപ്പിക്കുകയും അവരുടെ വീടുകളൊക്കെ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. തന്റെ കോട്ടയായ നന്ദിഗ്രാമിൽ 9,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനു കൂടി ജയിച്ചതോടെ ഇക്കുറി സുവേന്ദു അധികാരി മത്സരിച്ച 2 മണ്ഡലങ്ങളിലും വിജയിച്ചു. ധൈര്യമുണ്ടെങ്കിൽ ഭവാനിപൂരിൽ വന്ന് മത്സരിച്ച് എന്നെ തോൽപ്പിക്ക് എന്ന് വെല്ലുവിളിച്ചത് മമതയാണ്. പക്ഷേ ആ വെല്ലുവിളി സ്വീകരിച്ച് സുവേന്ദു അധികാരി ഭവാനിപൂരിൽ മത്സരിക്കാൻ എത്തുമെന്ന് മമത കരുതിയില്ല. ഇത് പിണറായി വിജയനോട് ധൈര്യമുണ്ടെങ്കിൽ മലപ്പുറത്ത് വന്ന് മത്സരിക്കൂ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഭവാനിപൂരിൽ വിജയം കൊയ്യുകയും ചെയ്തു സുവേന്ദു അധികാരി. ഭവാനിപൂരിലെ വോട്ടെണ്ണൽ നിറയെ നാടകീയതകൾ ഭവാനിപൂരിലെ വോട്ടെണ്ണൽ അക്ഷരാർത്ഥത്തിൽ നാടകീയത നിറഞ്ഞതായിരുന്നു. പോസ്റ്റൽ ബാലറ്റ് എണ്ണിയപ്പോൾ സുവേന്ദു അധികാരി മുന്നിലായിരുന്നു. പിന്നീട് ആദ്യ റൗണ്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ മമത മുന്നിലായി. 18ാം റൗണ്ട് എണ്ണാനെടുത്തപ്പോഴാണ് വീണ്ടും സുവേന്ദു അധികാരി മുന്നിലേക്ക് വന്നത്. അങ്ങനെ 20ാമത്തെ റൗണ്ടുകളും വോട്ടെണ്ണി അന്തിമ തീർപ്പ് കൽപ്പിക്കുമ്പോൾ സമയം രാത്രി 9 മണി. 2021 തന്റെ കോട്ടയായ നന്ദിഗ്രാമിൽ വന്ന് ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കൂ എന്ന് സുവേന്ദു അധികാരി മമതയെ വെല്ലുവിളിച്ചിരുന്നു. അന്ന് വെല്ലുവിളി ഏറ്റെടുത്ത മമത നന്ദിഗ്രാമിൽ മത്സരിച്ചു എങ്കിലും പക്ഷേ അന്ന് വിജയം സുവേന്ദുവിന് പക്ഷത്തായിരുന്നു. ഇതോടെ ഇങ്ങനെ ധൈര്യമുള്ള ഒരു നേതാവ് വേറെ ഉണ്ടോ എന്ന ചോദ്യം വ്യാപകമായി ഉയരുകയാണ്. വോട്ടെടുപ്പിന് മുമ്പ് സുവേന്ദു അധികാരി ബംഗാളിൽ നടത്തിയ പരിവർത്തൻ യാത്ര കുറച്ചൊന്നുമല്ല ബംഗാളിലെ സാധാരണക്കാരുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നതും അവരെ ഒന്ന് ഇളക്കി മറിച്ചതും അവരെ ഒന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും. പശ്ചിമ ബംഗാളിൽ മമതയും മമതയുടെ പാർട്ടിയും ഒരു വലിയ വൃക്ഷം പോലെ കടപൊഴുകി ഇന്നലെ രാത്രിയോടുകൂടി വീണു. ഇനി അവിടെ മമതയുടെയും മമതയുടെ പാർട്ടിയുടെയും ഉയർത്തെഴുന്നേൽപ്പ് ഇനി ഉണ്ടാകില്ല. കാരണം BJP പിടിച്ചാൽ പിന്നെ തുടർച്ചയായി ഒരു സീരീസ് എന്ന പോലെ BJP അവിടെ ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് വസ്തുത. ഒരു തൃണമൂലിന്റെ കോട്ടകൾ വരെ BJP പിടിച്ചെടുക്കുന്നു. അത് BJPയുടെ, അതായത് തൃണമൂൽ വർഷങ്ങളോളം അടക്കി വാണിരുന്ന തൃണമൂലിന്റെ കോട്ടകൾ വരെ BJP പിടിച്ചെടുത്തത് മമതയും തൃണമൂൽ കോൺഗ്രസിനെയും ഞെട്ടിച്ചത് ചില്ലറയ്ക്കൊന്നുമല്ല എന്നതാണ് പശ്ചിമ ബംഗാളിൽ ഇന്നലെയോടുകൂടി മനസ്സിലായത്.